മടിയുമായി ബന്ധപ്പെട്ട ചില കാര്യം നമ്മളൊരിക്കലും മടിയനല്ല, ഒരു മടിയനായിട്ട് ഒരാളും ജനിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മുടെ മനസ്സ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക നമ്മൾ മടിയനല്ല, മറിച്ച് നമ്മളിപ്പോൾ റെസ്റ്റിലാണ്, നമ്മളൊരല്പം കഴിഞ്ഞിട്ട് ചെയ്യും ആ കാര്യം. ഏതൊരു കാര്യമാണ്, ചിലപ്പോൾ വണ്ടികൾ പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കും നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ മുറ്റമൊക്കെ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്യാതെ, ഒന്ന് അടിക്കാതെ തുടക്കാതെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മടി കാരണമായിട്ട് നമ്മളിങ്ങനെ നാളെ ചെയ്യാൻ മാറ്റി വെക്കും. അങ്ങനെ പല കാര്യങ്ങളും നാളേക്ക് വേണ്ടി മാറ്റി വെക്കാതെ സഡൻലി ചെയ്യാൻ നമുക്കൊരു ഒരു മനഃശാസ്ത്രപരമായി അവർ പറയുന്നത് 5 4 3 2 1 എന്ന് എണ്ണിയ ശേഷം ഉടനെ എഴുന്നേൽക്കുകയും ആ പരിപാടി എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഫോണിൽ ചിലപ്പോൾ മടി കാരണം ഇങ്ങനെ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കും. ഫോൺ അവിടെ വെച്ചിട്ട് മനഃശാസ്ത്രപരമായി പറയുന്നത് 5 മിനിറ്റോ 2 മിനിറ്റോ ചുമരിലേക്ക് നോക്കി നിൽക്കുക. ഒരിക്കലും നിങ്ങളെ മനസ്സ് അത് അനുവദിക്കില്ല. ചുമരിലേക്ക് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുക ഇങ്ങനെ. അപ്പോൾ മനസ്സ് എന്തെങ്കിലും ചെയ്യാൻ, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ മടി കാരണം നിങ്ങൾ മാറ്റി വെച്ചത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഞാനൊക്കെ ജീവിതത്തിൽ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഡയറി ഉണ്ടാവുക. ആ ഡയറിയിൽ കുറിച്ച് വെക്കുക. ഓരോ ദിവസം ഒരു ടാസ്ക്, സ്വന്തമായി ടാസ്ക് നൽകുക. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ടാസ്ക് നൽകുക. രാത്രി എന്നും എല്ലാ ആളുകൾക്കും ഡയറി കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എഴുതി വെക്കാനും കടബാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ ഉണ്ടാകുക ഏറ്റവും ബെറ്ററാണിത്. അപ്പോൾ ഇവിടെ 3 പോയിൻറ്റുകൾ നിങ്ങൾ ഒരു ദിവസം എഴുതി വെക്കുക. ആദ്യം ഓരോരോ പോയിൻ്റായിട്ട് തുടങ്ങിയാൽ മതി. ദിവസം ഒരു പോയിൻ്റ് എഴുതിയാലും മതി. നിങ്ങൾക്ക് മടിയുള്ളൊരു കാര്യം എഴുതി വെക്കുക. പേപ്പറിൽ ഇങ്ങനെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് വെക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഒരു പോയിൻ്റ് കാണുന്നില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ 2 അങ്ങനെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ആദ്യം 1 തുടങ്ങിയാൽ മതി, പിന്നെ 2, പിന്നെ 3 അങ്ങനെ ആക്കുകയാണെങ്കിൽ അങ്ങനെ 21 ഡേയ്സോ 90 ഡേയ്സോ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് ചെയ്തിട്ട് ആ ദിവസം ഇങ്ങനെ ടിക്കിട്ട് വെച്ച് ശരിയിട്ട് വെക്കുക. ഇങ്ങനെ ടിക്കിട്ട് വെക്കുക. അങ്ങനെ 3 കാര്യങ്ങൾ വരെ എഴുതുക. ഞങ്ങൾക്ക് 3 എഴുതൽ, പക്ഷേ 1 നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് 1 എഴുതിയാലും മതി. അങ്ങനെ 3 കാര്യങ്ങൾ എഴുതി വെക്കുകയും അത് ടിക്കിടുകയും ഒക്കെ ചെയ്യുക. അത് ടിക്കിടുമൊക്കെ കിട്ടുമ്പോൾ ഒരു സമാധാന സന്തോഷം എത്രയായിരിക്കും അറിയോ, നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനം കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ സ്വയം അങ്ങനെ ചെയ്തതിന് ശേഷം, ആ ടിക്കിട്ടതിന് ശേഷം നമ്മൾ സ്വയം അഭിനന്ദിക്കുക. ഓരോ ദിവസവും രാത്രി ഞാൻ ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്തു. 3 കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, മടി കാരണം മാറ്റി വെച്ച് എന്തൊക്കെ ചെയ്തു എന്ന് എഴുതി വെച്ചിട്ട് സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യുക. അതിനുവേണ്ടി അതേപോലെ അതിൻ്റെ കാരണത്താൽ നമ്മൾ പുറത്ത് പോവുകയും നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല ജ്യൂസൊക്കെ പോയി കുടിക്കുകയൊക്കെ ചെയ്യുക. നമ്മൾ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ പേരിൽ. അതുപോലെ ദിവസം 1 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അരമണിക്കൂറിലോ 40 മിനിറ്റിലോ 50 മിനിറ്റിലോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചുരുക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ടാസ്ക് പോലെ നമ്മൾക്ക് തന്നെ നൽകുക. അപ്പോൾ നമ്മളെ മടി ഓട്ടോമാറ്റിക്കലായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ വലിയ കാര്യങ്ങൾ അരമണിക്കൂർ വായിക്കാം, അരമണിക്കൂർ നടക്കാമെന്നൊന്നും നിങ്ങൾ എഴുതി വെക്കരുത്. 5 മിനിറ്റോ 2 മിനിറ്റോ ചുരുങ്ങിയ സമയം മാത്രമേ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കുകയും പ്രാവർത്തികമാക്കാനും പാടുള്ളൂ. ഒരു പുസ്തകം വായിക്കാമെന്നതിനേക്കാൾ 1 പേജ് വായിക്കാം, അരമണിക്കൂർ ഒരു 10 മിനിറ്റ് നടക്കാം, 5 മിനിറ്റ് നടക്കാം, 5 മിനിറ്റ് വ്യായാമം ചെയ്യാം. അങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങൾ എഴുതി വെക്കുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട്